ഇക്കാണെങ്കിൽ ഒരു ആവശ്യത്തിനായിട്ട് പള്ളിമുക്കിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു കേട്ടോ. ആ സമയത്ത് കുഞ്ഞ് ഭയങ്കര ഉറക്കമായിരുന്നേ. പക്ഷെ ഇക്ക അങ്ങോട്ട് വണ്ടിയിലോട്ട് കയറിയത് അവൻ ചാടി എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടാ. ഇക്കാണെങ്കിൽ ഇതേപോലെ കല്യാണത്തിന് മുമ്പ് എപ്പോഴും, അല്ല കല്യാണത്തിന് മുമ്പല്ല, ഡെലിവറിക്ക് മുമ്പ് ഇതേപോലെ എപ്പോഴും തൊട്ടടുത്ത് എന്തെങ്കിലും ഒരു കാര്യത്തിന് പോകുകയാണെങ്കിൽ പോലും എൻ്റെ അടുത്ത് വരുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് കേട്ടാ. തൊട്ടടുത്താണെങ്കിൽ പോലും വരുന്നോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. ഞാനാണെങ്കിൽ കൂടെ കയറി പോവുകയും ചെയ്യും കേട്ടാ. അതിപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിപ്പോൾ ആർക്കല്ല ഇഷ്ടമല്ലാത്തത്. സത്യം പറഞ്ഞാൽ പ്രഗ്നൻ്റ് ഒക്കെ ആയപ്പോഴത്തേക്ക് ഈ ഒരു കാര്യം ഓർത്ത് ഭയങ്കര വിഷമമായിരുന്നു. ഇതേപോലെ ഇങ്ങനെ നിന്ന് നിപ്പിൽ ഇങ്ങനെ ഇറങ്ങി പോകാനും നോക്കൂലല്ലോ. കൂടെ ഒരാളും കൂടെ ഉള്ളതല്ലേ, ആളെ ഇങ്ങനെ സേഫ് ആക്കി വെക്കണമല്ലോ. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോകുകയാണെങ്കിൽ അതൊക്കെ ഒരു വലിയ ടാസ്ക് അല്ലേ എന്നൊക്കെ ഉള്ളൊരു ചിന്തയായിരുന്നു കേട്ടാ. ഇതൊന്നും ഇനി നടക്കത്തേ ഇല്ല എന്നായിരുന്നു കേട്ടോ എൻ്റെ ഒരു ചിന്ത. പക്ഷെ ഇന്നിപ്പോൾ അങ്ങനെ പോയപ്പോഴേക്കും സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നേ. അപ്പോൾ വരുന്ന വഴിക്ക് നമ്മളെ കൊച്ചുങ്ങൾ ഉൾപ്പെടെ പള്ളിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്നാണ് കേട്ടോ നല്ലപോലെ ഒന്ന് കാണുന്നത്. അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് പള്ളിമുക്കിൽ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അങ്ങനെ അതും താണ്ടി നമ്മൾ എന്തായാലും വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പോയ കാര്യം നടന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടാ. അങ്ങനെ അതിൻ്റെ വിഷമത്തിൽ നമ്മൾ ഫുഡും കഴിച്ച് നേരെ പോയി കിടന്നുറങ്ങണം. അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.